ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കണ്ണൂർ കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തിന് മുമ്പിലില്ല കേട്ടോ. ഇവിടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം നടക്കാൻ പോയിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് ഇതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പോൾ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കലാന്ന്. 2026 മാർച്ച് 25 മുതൽ ഏപ്രിൽ 3 തീയതി വരെയാണ് ഇവിടുത്തെ പരിപാടികൾ നടക്കുന്നത് കേട്ടോ. കുറേ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ മുച്ചിലോട്ടാവ് വരുന്നത് കേട്ടോ. അവിടെയാണ് മുച്ചിലോട്ടാവ് വരുന്നത്. നമ്മളെ അപ്പോടെ ക്ഷണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. 6 പ്രതിഷ്ഠയുള്ളത്: സുബ്രഹ്മണ്യൻ, ശിവൻ, ഭദ്രകാളി, അയ്യപ്പൻ, ഗണപതി. മുഖ്യ പ്രതിഷ്ഠ ജലദുർഗയാണ്. ജലദുർഗ ക്ഷേത്രം ഈ അമ്പലത്തിന് നേരെ താഴെയാണ് കേട്ടോ. നമുക്ക് അവിടത്തേക്ക് പോവാം. ഇത് സുബ്രഹ്മണ്യൻ, ശിവൻ, ഗണപതി, ഭദ്രകാളി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ. ആശാരിമാരിലായിരുന്നു പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് തൊട്ടപ്പുറം മുച്ചിലോട്ടാവിലും വന്നിട്ടുണ്ട്. ഇവിടെ ജലദുർഗ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായതോട്ടാ. അപ്പോൾ ഇതിന് നേരെ ബാക്കിലാണ് ജലദുർഗ ക്ഷേത്രം. അവിടെയാണ്. ഇവിടെ പുതിയതായിട്ട് സ്റ്റെപ്പ് താഴേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ആളും ഇതിലൂടെയാണ് സ്റ്റെപ്പ് ഉണ്ടായിന്. അതിപ്പോൾ മാറ്റം വരുത്തിയിട്ട് ഈ സൈഡിലോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറം തന്നെ ഒരു വലിയൊരു കുളമുണ്ട്. തൊട്ടിപ്പുറം കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ജലദുർഗ ക്ഷേത്രത്തിലെത്തും കേട്ടോ. ഇവിടെയെല്ലാം കുറേ ചെടികളുണ്ട്. ഇവിടെ കുളത്തിൽ വരുന്ന ടീംസ് അവര് നട്ടുവളർത്തിയ ഇത് പൂവാണ്. ഇപ്പൊ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടാകുന്ന ഇങ്ങനെ കുറച്ച് മോശമായിട്ടുള്ളൂ. അതല്ലേ, വലിയ കുളമാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം ആൾക്കാരെല്ലാം കുളിക്കാൻ വേണ്ടി വരുന്നതാണ്. നീന്തൽ പഠിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. കുറേ ആൾക്കാരുണ്ടാവും വൈകുന്നേരം. ഇപ്പം ഏകദേശം ഒരു 11 മണിയാവുന്നത്രേ. നല്ല വെയിലുണ്ട്. ഇവിടെ കുളിക്കാൻ വരുന്ന ആൾക്കെല്ലാം വന്നിട്ട് കുളിക്കാട്ടോ. വൈകുന്നേരം നല്ല ആളുണ്ടാകും കുളിക്കാൻ. നല്ല അടിപൊളി വെള്ളമാണ്. വലിയ കുളമാണ്. ഇതാണ് ജലദുർഗ ക്ഷേത്രം കേട്ടോ. ചെറിയ ശ്രീകോവിലാണ്. അമ്പലത്തിൻ്റെ ചുറ്റും വെള്ളമാണ് കേട്ടോ. സൈഡിലെല്ലാം വെള്ളമാണ്. മത്സ്യമുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മത്സ്യത്തിന് നിങ്ങൾ കാണാം. അപ്പോൾ നമ്മളെ ജലദുർഗേൻ്റെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ കുറേ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളെ അപ്പുവാട്ടം പറഞ്ഞു തരും കേട്ടോ. ഇത് കേരളത്തിലാകെ 3 ജലദുർഗ ക്ഷേത്രമേ ഉള്ളൂ. ഒന്ന് തൃച്ചംബരത്തുള്ളതും, പിന്നെ ഒന്ന് തൃശ്ശിലേരി നമ്മൾ തിരുനെല്ലി പോകുന്ന അതിനടുത്തുള്ള, പിന്നെ ഒന്ന് ഇവിടെയാണുള്ളത്. പക്ഷെ അതിൽ സ്വയംഭൂവായിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. സ്വയംഭൂ പ്രതിഷ്ഠ അല്ലേ? സ്വയംഭൂ. ഇതിപ്പം ഈ സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേക 2 ഉയർന്ന സ്ഥലങ്ങളാണ് 2 ഭാഗത്തും. അതിൽ നടുവിൽ ഇത് മാത്രം കുറച്ച് താഴ്ന്ന സ്ഥലം. ജലദുർഗ മാത്രം കുറച്ച് താഴ്ന്നിട്ടല്ലേ? ഈ ഒരു ഏരിയ മാത്രമാണ് താഴ്ന്നിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ ഇത് സ്വയംഭൂവായിട്ട് ഉണ്ടായതാണ്. ഇതിന് എത്ര കാലം മുന്നെയാണ് ഇത് വന്നതെന്നോ അങ്ങനെയൊന്നും ആർക്കും അറിയില്ല. പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇത് കഥയിൽ ഐതിഹ്യം എന്ന് പറയുന്നതിന് മൂഷിക രാജാവ് പണ്ട് ഇവിടെ കോലത്തിരിക്ക് മുമ്പ് ഇങ്ങനെ മൂഷിക രാജാവ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഭരിക്കുന്ന സമയത്ത് മൂപ്പര് വന്ന് കണ്ടിട്ട് ഈ സ്ഥലവും കണ്ടിട്ടും ഈ അമ്മേൻ്റെ ഇത് കണ്ടിട്ടും മനസ്സിലാക്കി ശക്തിയും ഇതിൻ്റെ ഐശ്വര്യമെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ കണ്ട അമ്പലം സുബ്രഹ്മണ്യൻ്റെ അമ്പലം. മൂഷിക രാജാവിൻ്റെ ഇഷ്ട ദേവനായിരുന്നു സുബ്രഹ്മണ്യൻ. അപ്പോൾ അങ്ങനെ ആ അമ്പലം പണി ചെയ്ത്, അപ്പോൾ അതിന് സുബ്രഹ്മണ്യൻ ഇതിൽ തന്നെ ഗണപതിയും പിന്നെ ശിവനും ഭദ്രകാളി പിന്നെ വന്നതാണ്. എന്നിട്ട് ഇവിടെ അയ്യപ്പനും എല്ലാം പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠ അല്ലേ. അതും കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ചിറക്കൽ ഇവിടെ കോലത്തിരി ഭരിക്കാൻ വന്നതിന് ശേഷമാണ് ഭദ്രകാളി കോലത്തിരീൻ്റെ കുലദേവതയാണ് ഭദ്രകാളി. അപ്പോൾ ഭദ്രകാളീൻ്റെ പ്രതിഷ്ഠ അവിടെ വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും ശിവന്റെ കുടുംബം മൊത്തം ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടെയുണ്ട്. ഒരു കൈലാസം പോലെ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ജലദുർഗേൻ്റെ 4 ഭാഗത്തും വെള്ളം ഉണ്ടാകും. 4 ഭാഗത്തും വെള്ളമാണ്. ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചത് 4 ഭാഗത്തും വെള്ളമാണ് കേട്ടോ. ഇവിടെ എങ്ങനെ പൂജകൾ എങ്ങനെയാന്ന്? വൈകുന്നേരം രാവിലെ 5:30 തൊട്ടിട്ട് 4 പൂജ.
അവിടെയുള്ള സമയം തന്നെ ഇവിടുത്തെ പൂജ ഒരുപോലെ തന്നെ. ഇതുവരെ ഇവിടെ കാണാൻ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരിക. ഇപ്പം ബ്രഹ്മകലശം നടക്കുന്നല്ലേ? ബ്രഹ്മകലശം സുബ്രഹ്മണ്യന്റെ, ദുർഗേൻ്റെത് നമ്മൾ കഴിഞ്ഞു കുറച്ച് വർഷം മുന്നേ. ഇനിയിപ്പോൾ സുബ്രഹ്മണ്യന്റെ ആണ് ഇപ്പോൾ അടുത്ത. മൊത്തം ശ്രീകോലം മുഴുവൻ പൊളിച്ചു മാറ്റി പുതിയത് പണിതിട്ട് ചെമ്പടിച്ചിട്ട് ഇപ്പം നമ്മൾ ബ്രഹ്മകലശം ഈ മാർച്ച് 25 മുതൽ ഏപ്രിൽ 3 വരെ നടക്കുമെന്ന്. 30-ാം തീയതിയാണ് പ്രതിഷ്ഠ വരിക. അത് കഴിഞ്ഞ് 2-ാം തീയതി ഉത്സവം. കുറെ കലാപരിപാടികളുണ്ട്. ഒരു ദുർഗാ വിശ്വനാഥ് വരുന്നുണ്ട്, 5 അരവിന്ദ്, ബീന ആന്റണി എല്ലാം വരുന്നുണ്ട്. അതിലൊരു ഡാൻസ് പരിപാടി ഉണ്ട് അവരെല്ലാം. പിന്നെ വരാഹി ഭജൻസ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ഭജനം ഉണ്ട് ഒരു ദിവസം. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം അധികം കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലെല്ലാം വ്യാസൻ എന്ന് പറഞ്ഞിട്ട് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത്. അവരൊരു പ്രഭാഷണമുണ്ട്. ഓരോ ദിവസം ഓരോരോ പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും വരുക. എല്ലാ ദിവസവും രാവിലെ ലഘുഭക്ഷണവും ഉണ്ട്, ഉച്ചക്ക് അന്നദാനം ഉണ്ടാവും. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം കേട്ടോ. ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ ഓരോ ശ്രീകോവിലും ഓരോ ആകൃതിയില് മുകളിലത്തെ ഓരോ ശ്രീകോവിലും ഓരോരോ ആകൃതിയിലാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് കാണാം. ഈ ക്ഷേത്രത്തിന് നേരെ മുമ്പ് തന്നെ വേറൊരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. ചെറിയൊരു കുളം. പോട്ടാ നമ്പൂരാരെ കുളിക്കുന്ന കുളം. അപ്പുറത്തെ കുളം പൊതുവെ എല്ലാവർക്കും. ഓ അങ്ങനെയാണല്ലേ. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ മുസ്ലിട്ടാവിന്റെ കഥ പറഞ്ഞു. അപ്പോൾ നമ്മൾ തറവാട്ട് പോയല്ലോ, അവിടെയുള്ള ഉണ്ടായിരുന്ന കാർണവര്, പഴയ കാർണവര്, എന്റെ വലിയ കാർണവര് 150 കൊല്ലത്തിന് മുന്നേ. അപ്പോൾ ഈ ഇതെല്ലാം വൃത്തിയാക്കി, ഈ കുളമെല്ലാം വൃത്തിയാക്കി, ഭയങ്കര പാറയും കെട്ടല്ലായിരുന്നു ഇവിടെ. അപ്പൊ അതെല്ലാം വെച്ച് വൃത്തിയാക്കിയിട്ട് കാണിച്ചു കൊടുത്തതിന്റെ ഇതിലാണ് മുച്ചിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ചെറുക്കത്തമ്പുരാൻ സ്ഥലം കൊടുത്തു. അങ്ങനെ അവിടെ മുച്ചിലോട്ട് വന്നു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലേ? ബന്ധം കൂടിയുണ്ട്. ഓക്കെ. ഇതിന്റെ തൊട്ടപ്പുറം തന്നെയാണ് മുച്ചിലോട്ടാവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലമായിട്ട് ആ മുച്ചിലോട്ടാവിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. നമുക്ക് സുബ്രഹ്മണ്യ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. പണി നടക്കുന്നതുകൊണ്ട് ഷർട്ടൊന്നും ഊരണ്ട. ഇപ്പം ബാലാലയത്തിലുള്ളത് ഇതാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം കേട്ടോ. അയ്യപ്പൻ, ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രം. ആകൃതി കണ്ട. സുബ്രഹ്മണ്യൻ്റെതും ദുർഗേൻ്റെതും ചതുരാകൃതിയിലാണ്. ഭദ്രകാളിയുണ്ട് കേട്ടോ. ഇത് ശിവന്റെ കേട്ടോ. ഒരു ശ്രീകോവിൽ തന്നെയാണ് ഗണപതിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും പ്രതിഷ്ഠ കേട്ടോ. ഇതാ പുതിയതായിട്ട് ചമ്പൽ അടിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയെല്ലാം കണ്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ പരിപാടിയിലേക്ക് എല്ലാവരും വരുക. എന്നുവെച്ചാൽ കുറേ പ്രോഗ്രാമുണ്ട്. പിന്നെ ഉച്ചക്ക് അന്നദാനമുണ്ട്. നല്ലൊരു അടിപൊളി പരിപാടിയാണ്. മൊത്തത്തിൽ 10 ദിവസത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വരണം. ക്ഷണിക്കുന്ന എല്ലാവരും വരുക. ഇവിടെ വന്നാൽ അപ്പാടിനെ കാണാം കേട്ടോ. ഞാൻ എന്തായാലും 1-2 ദിവസം എന്തായാലും വരും. ബാക്കി 10 ദിവസം ഇവിടെ അപ്പാടിന് ഉണ്ടാവും. അപ്പാടിന് ഇവിടെ ചാർജ് ഉണ്ട്. കോശ കമ്മിറ്റിയിലെ ആളാണ്. അപ്പോൾ എല്ലാവരും വരുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.